പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മതവിഭാഗത്തോട് എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു എതിർപ്പുമില്ല. മറിച്ച് ഖുർആനിലുള്ള ഹദീസുകളിലുള്ള മാനവരാഹിത്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞേ പറ്റൂ. അതിനകത്തുള്ള ജനാധിപത്യ വിരുദ്ധതകളെ കുറിച്ച് പറഞ്ഞേ പറ്റൂ. അത് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആര് പറയും? അത് പറയാതെ പറ്റുമോ? അവസാന ശ്വാസം വലിക്കുമ്പോഴും പ്രവാചകൻ വിട്ടിട്ടു പോയ ഒരു കാര്യം കാരണമാണ് ലോകത്തിന്നും ഇസ്ലാം എങ്ങനെയായി മാറുന്നത്. കലാപവും യുദ്ധവും കൊള്ളയും കൊലയും ഒക്കെയായി മാറുന്നത്. മക്കളെ, നിങ്ങൾ പരസ്പരം സ്നേഹത്തോടെ ജീവിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന മന്നാസു ഇഖ്വ, മുഴുവൻ മനുഷ്യരും പരസ്പരം സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്ര വലിയ പ്രതിസന്ധി ഇന്ന് ഇസ്ലാം നേരിടുമായിരുന്നില്ല. മറിച്ച് മുസ്ലിങ്ങളെ മാത്രം സഹോദരങ്ങളാക്കി, മറ്റുള്ളവരെയൊക്കെ ശത്രുക്കളാക്കി മാറ്റുകയും ചെയ്തു. അന്ത്യശ്വാസം വലിക്കുമ്പോൾ പോലും ആ മുസ്ലിങ്ങളോടുള്ള വെറുപ്പും അവരെ കൊല്ലാനുള്ള ആഹ്വാനവും നൽകിയ ഒരു മനുഷ്യൻ എങ്ങനെയാണോ മാനവരിൽ മനോഹരനാകുന്നത്? പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിച്ച യേശു ഇവിടെ നിൽക്കുമ്പോൾ അവസാനം തന്നെ കുരിശിലേറ്റിയ ആളുകളോട് പോലും ഇവരെന്താ ചെയ്യുന്നതെന്ന് ഇവർക്കറിയില്ല. ഇവർക്ക് പുറത്തു കൊടുക്കണമെന്നാ പറഞ്ഞു. ഏതെങ്കിലും രൂപത്തിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടോ? എന്നിട്ട് ഞങ്ങളുടെ മതം കാരുണ്യത്തിന്റെ മതമാണ്, ക്രിസ്ത്യൻ മതം മോശമാണെന്ന് പറയാനാണ് ഇവർക്ക് നേരം. ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എന്താണ് ഇസ്ലാമോഫോബിയ? അല്ല, വെറുതെ നമ്മൾ ഇരുന്നിട്ട് ഇസ്ലാം എന്തോ വലിയ ഭീകരതയാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു എന്നാണ് ഒരു വിഭാഗം ആളുകൾ നിരന്തരം നമ്മളെ സംബന്ധിച്ച് പരാതി പറയുന്നത്. അപ്പോൾ അങ്ങനെ പരാതി പറയുന്ന ആളുകൾ പറയണം, ഇസ്ലാം എന്നത് ഫോബിക് ആണോ ഫിയർ ആണോ? രണ്ടും രണ്ടാണല്ലോ. ഹൈഡ്രോഫോബിയ, വെള്ളം കണ്ടാൽ ഭയപ്പെടുന്ന ഒരവസ്ഥയാണ്. വെള്ളം കണ്ടാൽ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇസ്ലാമോഫോബിയ അങ്ങനെയാണോ? ഇസ്ലാമിനെ ഭയപ്പെടേണ്ടുന്ന കാര്യമില്ലേ? ഇസ്ലാം ഒരു ഫിയർ അല്ലേ? ഇസ്ലാമോഫോബിയ എന്നതു മാറ്റി ഇസ്ലാമോ ഫിയർ ആക്കി മാറ്റണം. പ്രേമരാജൻ സ്വാഗതം. അപ്പോ ഇനിയും ഇസ്ലാമിനെ സംബന്ധിച്ച് ആളുകൾ ഭയപ്പാടോടുകൂടി സംസാരിക്കുന്നു. വെറുതെ ഉണ്ടാകുന്നതാണോ? വെറുതെ ആരെങ്കിലും പറയുന്നതാണോ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും ഭയപ്പെടണമെന്ന്? അപ്പൊ കുറച്ചാളുകൾ പറയും തീവ്രവാദികളല്ലാത്ത മുസ്ലിങ്ങളുമുണ്ട്. ശരി, ആ മുസ്ലിങ്ങൾക്ക് എന്താ തീവ്രവാദികളെ പറയുമ്പോൾ ഇത്ര വേദന? നമ്മൾ എല്ലാ മുസ്ലിങ്ങളെയും സംബന്ധിച്ച് ഒന്നും മോശമായിട്ട് പറയുന്നില്ലല്ലോ. ഈ തീവ്രവാദികളായിട്ടുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ച് മാത്രമല്ലേ പറയുന്നുള്ളൂ. ആ തീവ്രവാദികളെ പറയുമ്പോൾ, അവരെ അഡ്രസ്സ് ചെയ്യുമ്പോൾ എന്തിനാണ് നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങൾ വെകിളി പിടിച്ച് നമുക്കെതിരെ ശരവർഷവുമായിട്ട് വരുന്നത്? നമ്മളെ അനാവശ്യമായിട്ട് നിങ്ങൾക്ക് തെറി വിളിക്കേണ്ട കാര്യം എന്താണ്? ഫേസ്ബുക്കിലൊന്നും ഒരു പോസ്റ്റ് ഇടാൻ പറ്റില്ല. എമ്മാതിരി തെറി വിളിയാണ്. അവരോട് മറുപടി പറഞ്ഞും എന്നെ ഇങ്ങോട്ട് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുമ്പോൾ ഞാൻ തിരിച്ചും പറയും, മടുത്തിരിക്കുന്നു. ഫേസ്ബുക്ക് മൊത്തം മുറിയന്മാര് കൈയടക്കിയിട്ടുണ്ട്. ഒന്നും എഴുതാനോ പോസ്റ്റ് ചെയ്യാനോ സമ്മതിക്കില്ല. എത്ര പേരെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലോക്ക് ചെയ്യുക? 1,00,000 കഴിഞ്ഞിരിക്കുന്നു ഫേസ്ബുക്കിലെ ബ്ലോക്ക് ലിസ്റ്റ്. അപ്പോ ഇസ്ലാമിനെ ഭയപ്പെടുക എന്നത് വെറുതെ ആരെങ്കിലും പറയുന്നതോ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതോ അല്ല. ഇസ്ലാമിനെ ലോകം മുഴുവനും, മുസ്ലിങ്ങളെ ലോകത്തുള്ളവർ മുഴുവനും ഇന്ന് ഭയത്തേക്കാൾ ഏറെ വെറുപ്പോടെ, അവജ്ഞയോടെ, പുഴുത്ത പട്ടിയെ പോലെ കണ്ട് അകറ്റി നിർത്താൻ ശ്രമിക്കുന്നെങ്കിൽ അതിന് കാരണക്കാരായവർ ആരാണ്? ഇത് ഫോബിക്കാണോ? അനാവശ്യമായിട്ട് മുസ്ലിങ്ങളെ, പാവപ്പെട്ട മുസ്ലിങ്ങളെ ആരെങ്കിലും വെറുക്കുന്നതാണോ? അല്ല. പാളയം ഇമാമ് കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പള്ളികൾ തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അയാൾ മതത്തിൽ നിന്ന് പുറത്തു പോയില്ലേ? വിഗ്രഹാരാധകർക്കു വേണ്ടി, വിഗ്രഹാരാധനയ്ക്കു വേണ്ടി പള്ളികളും മദ്രസകളും തുറന്നു കൊടുക്കുക എന്ന് പറയുമ്പോൾ അവരിലെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ അവർക്ക് ഭക്ഷണം നൽകി, അവർക്ക് സുരക്ഷിതമായ രൂപത്തിൽ അവർക്ക് വിഗ്രഹാരാധന നടത്തി തിരിച്ചു പോകാൻ ഒരു അവസരം ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹം മതത്തിന്റെ അകത്തോ പുറത്തോ? ഇങ്ങനെയേ ഇപ്പോൾ ഇസ്ലാമിനെ വളർത്താൻ പറ്റുന്നുള്ളൂ. അതായത് മതപരമായ വേലിക്കെട്ടുകൾ തകർത്ത് പുറത്തേക്ക് വന്നിട്ടാണ് ഇന്ന് മതപുരോഹിതന്മാർ ഇസ്ലാമിനെ സംബന്ധിച്ച് മുസ്ലിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഇപ്പോ പെരുന്നാൾ നമസ്കാരത്തിന്റെ ഇടയിൽ
അദ്ദേഹം നാട്ടുകാരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അദ്ദേഹത്തിന്റെ വർഗം കാണിക്കുന്നത് കൊണ്ടാണ് ആളുകൾ ഭയപ്പെടുന്നത് എന്ന് പറയേണ്ടതിന് പകരം ഇസ്ലാമോഫോബിയ സൃഷ്ടിച്ചത് ആരാണ് എന്ന് പറയണമായിരുന്നു. സ്വയം മുസ്ലിങ്ങൾ ആത്മപരിശോധന നടത്തണം. ഇതാദ്യം ചെയ്യേണ്ടത് പാളയം ഇമാമാണ്. ഇസ്ലാമിന്റെ തുടക്കം മുതൽ എവിടെ നിന്നാണ് ഇസ്ലാമിനെ ആളുകൾ ഭയപ്പെട്ടു തുടങ്ങിയത്? മുസ്ലിങ്ങളെ എന്നു മുതലാണ് ആളുകൾ വെറുപ്പോടെ കണ്ടു തുടങ്ങിയത്? ഇവര് പറയണം. ഇപ്പോ തന്നെ കുരിശി തറച്ച ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്, തറച്ച ആളുകളോട് മരിക്കുന്നതിന് മുമ്പ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതായിട്ട് ഇവര് തന്നെ പഠിപ്പിക്കുന്നത്, ഇവര് ചെയ്യുന്നത് എന്താണ് എന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കണമെന്നല്ലേ? അല്ലേ? നമ്മുടെ ജോസഫ് മാഷിന്റെ കയ്യും കാലും എടുത്തവരോട് അദ്ദേഹം പറഞ്ഞത് എന്താ? ഞാൻ ആ മഴുവിനെ കാണുന്നത് പോലെ തന്നെയാണ് എന്റെ കയ്യും കാലും എടുത്തവരെയും കാണുന്നത്, അവരും ഇതിനകത്ത് ഇരകളാണ് എന്നാ പറഞ്ഞത്. ശരിയായ വേട്ടക്കാരും ശരിയായ പ്രതികളും ഇസ്ലാമും അതിന്റെ മൂലഗ്രന്ഥവുമാണ്. ഇനിയും ഇസ്ലാം മത സ്ഥാപകനായിട്ടുള്ള, മുസ്ലിങ്ങളുടെ കാണപ്പെട്ട ദൈവമായിട്ടുള്ള, മുസ്ലിങ്ങളുടെ ഹൃദയത്തിലെ ചില്ലു കൊട്ടാരത്തിൽ അടച്ച മുഹമ്മദ് നബി എന്താ പറഞ്ഞത്? ജൂതപ്പെണ്ണിന്റെ വിഷമേറ്റ്, ആടിന്റെ കുളമ്പിൽ വിഷമേറ്റ് അത് തിന്ന് ആ ജൂതപ്പെണ്ണ് തന്ന വിഷമുണ്ടല്ലോ ആയിഷ, ഇന്നതെന്നെ കാർന്ന് തിന്നുകയാണ് എന്ന് പറഞ്ഞ മുഹമ്മദ് നബി ആയിഷയുടെ മടിയിൽ കിടന്നിട്ട് ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്ന് അറിയാമോ? അവസാനമായി പറഞ്ഞത് എന്താ? എന്തുകൊണ്ടാണ് ഇത്രയധികം യുദ്ധങ്ങളും കൊള്ളയും കൊലയും കെടുതികളും ഒക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോ ട്രംപ് അവസാനമായി ഇറാന് കൊടുത്തിരിക്കുന്ന അന്ത്യശാസനം 48 മണിക്കൂർ, അതിലേതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ കാലാവധി, ടൈം പരിധി തീർന്നു. അപ്പോ ഇറാൻ തിരിച്ചു പറഞ്ഞത് എന്താ? അങ്ങനെയാണെങ്കിൽ GCC കൺട്രികൾ പിന്നീട് ഉണ്ടാകത്തില്ല, അട്ടിച്ച് നാമാവശേഷമാക്കുമെന്നാ പറഞ്ഞത്. ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാ പറഞ്ഞത്. ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും വെള്ളം കൂടി മുട്ടിക്കുമെന്നാ പറഞ്ഞത്. ഇത് അവസാനിപ്പിക്കേണ്ടുന്ന സമയമല്ലേ നോക്കേണ്ടത്? അത്തരം സാഹചര്യങ്ങളല്ലേ ഉണ്ടാക്കേണ്ടത്? അപ്പോ അത് എവിടെ നിന്ന് വന്നതാണെന്ന് ഞാൻ പറയാം. ജൂതന്മാരോടുള്ള ഇവരുടെ തീർത്താൽ തീരാത്ത പക, മരണാസന്നനായി അന്ത്യശ്വാസം വലിച്ചു കിടക്കുന്ന സമയത്തും ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഒരിക്കലും വെറുതെ വിടലടാ മക്കളെ. അവന്മാരെ അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് നാട് കടത്തുന്നത് വരെ നിങ്ങൾ വിശ്രമിക്കല്ലടാ മക്കളെ, എടുത്തോടാ വാളും പരിചയം ഒക്കെ. അള്ളാഹു നമുക്ക് ഇരുമ്പിറക്കി തന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങൾ കാച്ചി തൂക്കി ഉണ്ടാക്കിക്കോടാ കമ്പിയും കഠാരയും വാളുമൊക്കെ. ഈ മഹത്തായ സന്ദേശം കാരണമല്ലേ ഇന്ന് ലോകത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടത്? അല്ലേ? ആ 6-ാം നൂറ്റാണ്ടിൽ പ്രവാചകന്റെ അന്ത്യശ്വാസത്തോടുകൂടി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം, എവിടെ നിന്നാണ് ഈ സമാധാനക്കേട് വന്നതെന്ന്. അവിടെ നിന്ന് തുടങ്ങണം. ആ പ്രവാചകൻ വലിച്ചു ചത്തിട്ട് 3 ദിവസത്തോളം ശവം കിടന്ന് പുഴുത്തി ഈച്ചയരിച്ചു. എന്തേ പ്രവാചകനെ കരളിന്റെ കഷ്ണം പോലെ, കണ്ണിന്റെ കൃഷ്ണമണി പോലെ സ്നേഹിച്ചിരുന്ന ഒരാളും ഒരു കുഴിയെടുത്ത മയ്യത്തൊന്ന് മറമാടി മറ്റുള്ളവർക്ക് ശുദ്ധവായു ശ്വസിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാത്തത് എന്തേ? അത്രമാത്രം വിരോധമുണ്ടായിരുന്നു ജനങ്ങൾക്ക് നബിയോട്. നബിയുടെ വാൾത്തലപ്പിനെയും നബിയുടെ കൂടെ ഉണ്ടായിരുന്ന ഗുണ്ടാസംഘങ്ങളെയുമാണ് ജനങ്ങൾ ഭയപ്പെട്ടത്. അങ്ങനെയാണ് ജനങ്ങൾ കൂടെ നിന്നത്. അപ്പോ ഇസ്ലാമോഫോബിയ എന്ന് പറയുമ്പോൾ പ്രവാചകൻ പ്രയോഗിച്ച ഈ ആയുധ പ്രയോഗങ്ങളും യുദ്ധവും കൊള്ളയും കൊലയും ബലാത്കാരവും തങ്ങളെ എതിർത്ത സകലതിനെയും തകർക്കാനുള്ള ടെൻഡൻസിയും ഉപദേശവും ഒക്കെ അവിടെ തുടങ്ങിയതാണ്. അസഹിഷ്ണുതയുടെ വിത്ത് പാകി അവിടെ തുടങ്ങിയതാണ്. അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് പുറത്തേക്ക് ഇസ്ലാം മതം എങ്ങനെയാണ് പ്രചരിച്ചത്? ഇന്ന് ലോകത്തുള്ള 53ഓളം മുസ്ലിം രാഷ്ട്രങ്ങൾ എങ്ങനെയാണ് ഇസ്ലാമിക രാജ്യങ്ങളായത്? അവരൊക്കെ, ആ രാജ്യങ്ങളൊക്കെ പിറവിയെടുത്തത് തന്നെ ഇസ്ലാമിക് കൺട്രികളായിട്ടായിരുന്നോ? ആ രാജ്യങ്ങളിലൊക്കെ ഇതിനു മുമ്പുണ്ടായിരുന്ന ജനങ്ങൾ സമാധാനത്തോടെയും സ്വസ്ഥതയോടെയും
പരസ്പരം കൊണ്ടും കൊടുത്തും സഹകരിച്ച് ജീവിച്ചിരുന്നു. ഇന്ന് ജനങ്ങൾ സൗദി അറേബ്യയിൽ നിന്നുണ്ടായി വന്ന മുഹമ്മദ് നബിയുടെ ഇസ്ലാം 2 കൈയും കൂട്ടി സ്വീകരിച്ചത് കൊണ്ടല്ല ഈ 53 ഇസ്ലാമിക രാജ്യങ്ങൾ പിറവിയെടുത്തത്. വാളുകൊണ്ട്, ബലപ്രയോഗങ്ങൾ കൊണ്ട്, ഭീഷണി കൊണ്ട് പിടിച്ചടക്കി, അടിമപ്പെടുത്തി, അധിനിവേശം നടത്തി തന്നെയാണ് ഈ രാജ്യങ്ങളിലൊക്കെ ഇസ്ലാം സ്ഥാപിതമായത്. മതത്തിന്റെ പേരിൽ, സമാധാന മതത്തിന്റെ പേരിൽ, വാളുകൊണ്ട് പടുത്തുയർത്തിയ സമാധാന മതത്തിന്റെ പേരിൽ ലോകത്തിന് മുഴുവനും മാർഗദർശനമായി അള്ളാഹു അയച്ച കാരുണ്യത്തിന്റെ തിരുദൂതന്റെ സമാധാന സന്ദേശം വാരി വിതറിയതുകൊണ്ട് ആ വാൾ തലപ്പിൽ പടുത്തുയർത്തിയ സമാധാന മതത്തിനു വേണ്ടി തമ്മി തല്ലിച്ചത്തു. നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊന്നും കൊലവിളിച്ചും സ്വന്തം രാജ്യങ്ങൾ കുട്ടിച്ചോറാക്കിയിട്ട് ഒരു ഗതിയും പരഗതിയുമില്ലാതെ ഉടുതുണിയും കുട്ടികളെയും ഒക്കെ പെറുക്കി ജീവനു വേണ്ടി നിലവിളിച്ച് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറി. അവരുടെ വെറും മനുഷ്യത്വം ഒന്നുകൊണ്ടു മാത്രം ഇവരവിടെ പിടിച്ചു കയറി. അഭയാർത്ഥികളായി അവർക്ക് മാനുഷികമായ പരിഗണനകൾ നൽകിയ രാജ്യം അവരെ 2 കൈയും കൂട്ടി സ്വീകരിച്ചു. അവർ മനുഷ്യരാണ്, അവരും ഈ ഭൂമിയുടെ അവകാശികളാണ് എന്നവർ വിശ്വസിച്ചു. അങ്ങനെ സ്വീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങളിൽ അവരുടെ നികുതിപ്പണം, അവരുടെ അധ്വാനം അതൊക്കെ നൽകി അവരുടെ രാജ്യത്തിന്റെ ഭാഗം പകുത്തു നൽകി. അവർക്ക് ഉപജീവന മാർഗവും കിടക്കാനും ഉടുക്കാനും ഒക്കെയുള്ള പഠിക്കാനും മൊത്തം ആ രാജ്യത്തെ ജനങ്ങൾക്ക് എന്ത് രൂപത്തിലുള്ള സ്വാതന്ത്ര്യമാണോ ഉള്ളത് അതെല്ലാം നൽകി. സൗജന്യ ഭക്ഷണം, വിദ്യാഭ്യാസം, താമസം, പോക്കറ്റ് മണി ഇതൊക്കെ നൽകിയിട്ടും ആ രാജ്യത്തിന് സ്വസ്ഥത ഇവർ കൊടുത്തില്ല. കാരണം എന്താ? ആ രാജ്യവും കൂടി നമ്മളുടെ മതത്തിലേക്ക് വരണം. ആ രാജ്യത്തെ കൂടി മതവൽക്കരിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. അവിടെ ഇവർക്ക് അഭയം കൊടുത്തു എന്നൊരു തെറ്റേ അവർ ചെയ്തിട്ടുള്ളൂ. അവര് സിറിയയിൽ നിന്നാണെങ്കിലും പാകിസ്ഥാനിൽ നിന്നാണെങ്കിലും അഫ്ഗാനിൽ നിന്നാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറിയത് എന്തുകൊണ്ടാ? ആ രാജ്യങ്ങളിലൊക്കെ മതം തലയ്ക്ക് പിടിച്ച ആളുകൾ ഭരണത്തിലേറിയപ്പോൾ ഞങ്ങൾക്ക് ഈ മത ആലയത്തിനകത്ത് നിന്ന് പുറത്ത് ചാടണം, ഇതിനകത്ത് നിന്നാൽ ഞങ്ങൾക്ക് മനുഷ്യനായിട്ട് ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ആ മതനിയമം വലിച്ചെറിഞ്ഞ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വന്നപ്പോൾ അവരുടെ കക്ഷത്തിന്റെ ഇടുക്കിൽ മറ്റേ സാധനം ഉണ്ടായിരുന്നു, 6-ാം നൂറ്റാണ്ടിലെ ഗോത്രപുസ്തകം. തലച്ചോറിൽ മറ്റതുണ്ടായിരുന്നു. അവസാനമായിട്ട് ഇളുത്തു വലിച്ചു കിടക്കുന്ന സമയത്ത് പ്രവാചകൻ പറഞ്ഞ അന്യമത വിരുദ്ധത കൂടി ഉണ്ടായിരുന്നു തലച്ചോറിൽ. ആ ബഹുദൈവ വിശ്വാസികളെ, മക്കളെ, നിങ്ങൾ കണ്ടെത്തിയിടത്ത് വെച്ച് പിരണിക്ക് കാച്ചിക്കൊടാ എന്ന് പറഞ്ഞ ആ ആശയവും കൂടി ഉണ്ടായിരുന്നു. സമാധാനമായി സന്തോഷത്തോടെ മനുഷ്യന്മാരായി കഴിഞ്ഞിരുന്ന അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, ഈ ഇത്തരം രാജ്യങ്ങളിലൊക്കെ ഇവർ പോയി ചേക്കേറി. അവിടെയൊക്കെ അശാന്തിയുടെ വിത്തുകളാണ് ഇവർ വാരി വിതറിയത്. അവരുടെ പെൺമക്കൾക്ക് റോഡിലിറങ്ങി നിർഭയത്വത്തോടു കൂടി നടക്കാൻ പറ്റാതെയായി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവർ ആക്രമിക്കപ്പെട്ടു, ക്രൂരമായി ബലാത്കാരത്തിന് ഇരകളായി. നിർഭയമായി ഒരു ബീച്ചിൽ പോയി ഇവർക്ക് കുടുംബത്തോടെ പോയി ഇരിക്കാൻ പറ്റുന്നില്ല. ആ രാജ്യത്തുള്ള അവരുടെ മതപരമായിട്ടുള്ള ആഘോഷങ്ങളിലോ അവരുടെ പരിപാടികളിലോ ഒന്നും അവർക്ക് അത് ആഘോഷിക്കാനോ പങ്കെടുക്കാനോ നിർഭയത്വത്തോടു കൂടി സാധിക്കാത്ത അവസ്ഥ. കാരണം പൊട്ടിത്തെറിക്കാൻ ഇവന്മാർ വരും, കാലിന്റെ ഇടയിൽ സ്ഫോടക വസ്തുക്കളും വെച്ചിട്ട്. അവർക്ക് അവരുടെ സംസ്കാരം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇവര് കാരണം ഇവര് ചെന്ന് ചേക്കേറിയതാ. ഇന്നവിടെ ഉള്ളത് എന്താ? അവർക്കെതിരെ അവർക്ക് അഭയം നൽകിയ ജനത രംഗത്തിറങ്ങുക. എല്ലാത്തിനെയും തൂത്തുവാരി നമ്മുടെ രാജ്യത്ത് നിന്നും പുറത്താക്കാതെ നമുക്ക് സമാധാനത്തോടു കൂടി ഈ രാജ്യത്ത് അന്തി ഉറങ്ങാൻ കഴിയില്ല എന്ന് ആ രാജ്യത്തെ പൗരന്മാർ മനസ്സിലാക്കിയിരിക്കുന്നു. കഴിഞ്ഞിടെയാണ് ബ്രിട്ടീഷ് മന്ത്രി പാർലമെന്റിൽ വെച്ച ചില കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 25 വർഷത്തിനകത്ത് ബ്രിട്ടനിൽ 2,50,000 ബ്രിട്ടീഷ് പെൺകുട്ടികളാണ് ബലാത്കാരത്തിന് ഇരയാക്കപ്പെട്ടത്. മുമ്പ് അവിടെ അങ്ങനെ ആയിരുന്നോ? എന്ത് സമാധാനത്തോടു കൂടി കഴിഞ്ഞിരുന്നവരാ? ഈ നിഷ്ഠൂരമായ കൃത്യം ചെയ്ത ആളുകളിൽ 99% അഭയാർത്ഥികളായി ആ രാജ്യത്തേക്ക് അഭയം തേടി വന്നിട്ടുള്ള മുസ്ലിം ഭീകരന്മാരാണ്.
കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവര് പാച്ചത് അതാണ്. അവർക്ക് മദ്രസ വിദ്യാഭ്യാസമല്ലേ ഉള്ളത്. ഈ വർഷം മത തീവ്രവാദികളെ ഭയന്ന് യൂറോപ്പ്, അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ന്യൂ ഇയർ, ക്രിസ്മസ്, അവരുടേതായിട്ടുള്ള ആഘോഷങ്ങളുണ്ടല്ലോ, ആ ആഘോഷങ്ങൾ പോലും അവർക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. 2 മില്യൺ ആളുകൾ വർഷം തോറും ഫ്രാൻസിൽ ആഘോഷിക്കുന്ന ഉത്സവം ഈ വർഷം വേണ്ടെന്ന് വെച്ചു. എന്തുകൊണ്ടാണ്? മുസ്ലിം അഭയാർത്ഥികളിൽ ആരാണ് പൊട്ടിത്തെറിച്ച് നമ്മുടെ രാജ്യത്ത് ഒരു വലിയ സ്ഫോടനമുണ്ടായി, വലിയ ഒരു നാശനഷ്ടം കൂടി ഞങ്ങളെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. ഇവരെ ഭയന്ന് അവരത് നിർത്തലാക്കി. അവർക്കാകെയുള്ള സന്തോഷം. അഭയാർത്ഥികളുടെ ആക്രമണം അത്രമാത്രമുണ്ട് രാജ്യത്തൊക്കെ. ഇതൊക്കെ അറിഞ്ഞ് കണ്ട് ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാർത്തകളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ അനുഭവിക്കുന്ന രാജ്യങ്ങളിലെ മറ്റു മതസ്ഥർ ഇവരെ ഭയപ്പെടുമ്പോൾ, ഇവരെ വെറുക്കുമ്പോൾ, ഇവരെ അവജ്ഞയോടുകൂടി പുച്ഛത്തോടുകൂടി തള്ളിക്കളയുമ്പോൾ അവരെ കുറ്റം പറഞ്ഞു മാറി നിൽക്കുക, ഇസ്ലാമോഫോബിയ എന്ന് പറയുക. ലോകത്തിന്റെ ഏതു കോണിലായിരുന്നാലും ശരി, അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുമായിട്ട് എല്ലാ കാലത്തും ഇവർക്ക് പ്രശ്നങ്ങളല്ലേ അല്ലേ? എവിടെയാണ് ഇവരും സമാധാനത്തോടു കൂടി ജീവിച്ചിട്ടുള്ളത്? എല്ലായിടത്തും പ്രശ്നങ്ങൾ. ഇവർ